അതുകൊണ്ട് ഇന്ന് പകലിൽ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ആ കരങ്ങളെ ഉയർത്തി പറയുക, ജീവിപ്പിക്കുന്ന ആത്മാവെ എന്നെ സ്പർശിക്കണമേ, ജീവിപ്പിക്കുന്ന ആത്മാവെ എന്നെ തൊടണമേ, ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ അവിടുത്തെ സ്പർശനം എനിക്ക് നൽകണമെന്ന് കർത്താവിനോട് അധരങ്ങൾ തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ക്രിസ്തുവിൻ്റെ ജീവൻ ഓരോ വ്യക്തികളിലും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ വ്യാപരിക്കട്ടെ. അധരങ്ങൾ തുറന്ന ദൈവത്തോട് പറഞ്ഞ്, എന്നെ ജീവിപ്പിക്കുന്ന ആത്മാവെ അവിടുന്ന് സ്പർശിക്കണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. യേശുവേ, അവിടുത്തെ കരങ്ങളിലോട്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ചില സൗഖ്യങ്ങൾ ഇവരിൽ സംഭവിക്കട്ടെ. മരിച്ചിരിക്കുന്ന, ചത്തിരിക്കുന്ന ഇവരുടെ പ്രാർത്ഥനാ ജീവിതം ജീവിപ്പിക്കപ്പെടട്ടെ. ഇവരുടെ ആരാധനയിൽ ജീവൻ ഉണ്ടാകട്ടെ. ഇവരുടെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. പിശാച് ലോക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ലോക്കുകളും യേശുവിന്റെ നാമത്തിൽ അൺലോക്ക്ഡ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ശിമയോനെ പോലെ ദൈവശബ്ദം കേൾക്കുവാൻ, ശിമയോനെ പോലെ ആത്മനിയോഗത്തിൽ ചുവടുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കണമേ. പിതാവിൻ്റെ, പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് കേട്ട വചനം പോലെ ജീവിപ്പാൻ സഹായിക്കണമേ. സൗഖ്യം കൽപ്പിക്കണമേ. അത്ഭുതത്തെ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചിലർ ചിന്തിക്കുന്നു, ഇത്രയും നേരം ഞാൻ ഈ മൊബൈൽ ഫോണും പിടിച്ച് ഈ ടി-വിയുടെ മുമ്പിൽ ഇരുന്ന്, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റിന്റെ മുമ്പിൽ ഇരുന്നു, എൻ്റെ ഇൻ്റർനെറ്റ് ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളെ മാറ്റിവെച്ച് ഞാൻ ഈ മെസ്സേജ് വചനം കേൾക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ദൈവത്തിൻ്റെ ജനമേ, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. നിങ്ങളിനി വേറെ എന്നൊക്കെ കേട്ടാലും, നിങ്ങളിനി വേറെ എന്തൊക്കെ ശ്രവിച്ചാലും അതിനകത്ത് ജീവനില്ല, അതിനകത്ത് ആത്മാവില്ല. എന്നാൽ ഇന്ന് ഈ പകലിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ പിറകിൽ വ്യാപരിക്കുന്നൊരു ജീവനുണ്ട്. ഇതിനകത്ത് വെളിപ്പെടുന്ന ഒരു ആത്മശക്തിയുണ്ട്. അതാണ് യെശയ്യാവിന്റെ പ്രവചനം 55:11 എഴുതിയിരിക്കുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ വചനം ഏതൊക്കെ വീടുകളിൽ കേൾക്കുന്നുവോ, ഏതൊക്കെ വ്യക്തികൾ ശ്രദ്ധിക്കുന്നുവോ, ആരൊക്കെ ശ്രവിക്കുന്നുവോ, അവരുടെയൊക്കെ ശരീരത്തിൽ, അവരുടെയൊക്കെ ആത്മാവിൽ കർത്താവിന്റെ ജീവനും ആത്മാവും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമർ 8:11 എഴുതിയിരിക്കുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവിപ്പിക്കും. എത്ര ശക്തമേറിയ ഒരു വാഗ്ദത്തമാണ് പ്രിയപ്പെട്ടവരെ. ഒരു വീട് കിട്ടാൻ പോകുന്നു, ഒരു വസ്തു കിട്ടാൻ പോകുന്നു, ഒരു വാഹനം ലഭിക്കാൻ പോകുന്നു, ഒരു ജോലി ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതികമായ വിഷയങ്ങളിൽ ഒരു സംഭവം ലഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നതൊന്നും ഇതിൻ്റെ മുമ്പിൽ, അതിൻ്റെ അടുത്തുപോലും വരാൻ കഴിയത്തില്ല. ഇത് എത്ര പവർഫുള്ളായ ശക്തമേറിയ ഒരു വാഗ്ദത്തമാണ്. യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, യേശുവിനെ ഉയർപ്പിച്ച ദൈവശക്തി, ആ കല്ലറയിൽ വെളിപ്പെട്ട ദൈവശക്തി, റോമ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്രകളെ ഭേദിച്ച്, കല്ലുകളെ തകർത്ത്, പടയാളികളെ നിലംപരിചാക്കി, ക്രൂശിച്ച് കൊന്ന്, ആണികൾ അടിച്ച് തകർത്തുടച്ച ശരീരത്തെ മൂന്നാമത്തെ ദിവസം പുനരുത്ഥാന ശക്തി അയച്ച് ഹല്ലേലൂയ തേജസ്സിൽ ഉയർപ്പിച്ച ആ ഉയർപ്പിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അതേ ആത്മാവിനെ കൊണ്ട്, that same spirit, not other spirit, വേറൊരു ആത്മാവിനെ കൊണ്ടല്ല, അതേ ആത്മാവിനെ കൊണ്ട്. ലിസൺ, എന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കിയാട്ടെ. യേശു ക്രിസ്തുവിനെ കല്ലറയ്ക്കകത്തുനിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നത്. ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് രണ്ടർത്ഥമുണ്ട് ഇതിന്. ഒന്ന്, നിങ്ങളുടെ പുനരുത്ഥാനം, മരണാനന്തര ജീവിതം ഈ വചനത്തിലുണ്ട്. രണ്ട്, വളരെ വ്യക്തമല്ലേ, നിങ്ങളിൽ വസിക്കുന്ന ആ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ, ഓൾസോ ക്വിക്കൻ യുവർ മോർട്ടൽ ബോഡീസ് ബൈ ദ സ്പിരിറ്റ്, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു,
നിങ്ങളുടെ ശരീരത്തിൽ മരിച്ച അവയവങ്ങളെ, നിർജീവമായ അവയവങ്ങളെ, ജീവൻ നഷ്ടപ്പെട്ട അവയവങ്ങളെ ഈ ആത്മാവിനെ ജീവിപ്പിക്കാൻ കഴിയും. തകർന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയും. വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലീവിലല്ല, ഒളിവിലല്ല, ആരുടെയും പോക്കറ്റിലല്ല, സ്വർഗത്തിലുമല്ല. Now that spirit moving in this earth, അത് നീ ഭൂമിയിൽ ചലിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ അത് വ്യാപരിക്കുന്നുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ഇത് നിന്നെ തൊട്ടാൽ നിന്റെ അകത്ത് ഒരു ജീവൻ വ്യാപരിക്കും. ജീവിപ്പിക്കുന്ന ആത്മാവ്. ഞാനൊരു സംഭവം പറയാം. ലാസറിന്റെ കല്ലറവാതിക്കൽ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് അടക്കിയിരിക്കുന്ന ലാസറിന്റെ കല്ലറവാതിക്കൽ യേശു കർത്താവ് ചെന്നു. അവനെ വെച്ച സ്ഥലം അവർ കാണിച്ചു കൊടുത്തു. ആ കല്ലറയുടെ വാതിക്കൽ നിന്നിട്ട് യേശു വിളിച്ചു പറയുകയാണ്, ലാസറസ് കം ഔട്ട്. ലാസറേ, പുറത്തു വരിക. എന്താണ് അവിടെ സംഭവിച്ചത്? 4 ദിവസം മുമ്പ് മരിച്ചുപോയ ആ മനുഷ്യൻ, അവന്റെ ആത്മാവ് ദൈവം വെച്ച സ്ഥലത്ത്, നിത്യതയിലെങ്കിൽ അവിടെ, പാതാളത്തിലെങ്കിൽ അവിടെ, ദൈവം വെച്ച സ്ഥലത്ത് അത് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ആ ആത്മാവിനെ യേശുവിന്റെ ശബ്ദം ഒറ്റ സെക്കൻഡ് കൊണ്ട് വിളിച്ച് അവന്റെ ശരീരത്തിൽ കൊണ്ടുവന്ന് ജീവനുള്ള ദേഹിയായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി നടത്തി കല്ലറയ്ക്ക് പുറത്തു കൊണ്ടുവന്ന ഒരു ശക്തിയുണ്ട്. ജീവിപ്പിക്കുന്ന ഒരു ആത്മാവിന്റെ ശക്തി. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നീ ഒതുങ്ങിപ്പോയെങ്കിൽ, ഒരിക്കലും നീ എഴുന്നേറ്റ് വരത്തില്ലെന്ന് ലോകം വിധി എഴുതിയെങ്കിൽ, ഇനി നിനക്ക് ഒരു ഭാവിയില്ലെന്ന് ലോകം പറഞ്ഞെങ്കിൽ, എല്ലാം അവസാനിച്ചു എന്ന് നീ ചിന്തിച്ചെടുത്ത്, കഴിഞ്ഞു എന്ന് നീ കരുതിയെടുത്ത്, ഈ ജീവിപ്പിക്കുന്ന ആത്മാവിന് വ്യാപരിക്കുവാൻ നീ അനുവാദം കൊടുത്താൽ, നീ വിശ്വസിപ്പിച്ചാൽ, വെളി നിൽക്കുന്നവനെ നീ കഴിഞ്ഞു തീർന്നു എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നവനെ ഞെട്ടിപ്പിക്കുന്ന നിലയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുമെന്ന് നീ തിരിച്ചറിയുക. ഈ ആത്മാവ് നിങ്ങളെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ജീവിപ്പിക്കും. ജീവിപ്പിക്കും മാത്രമല്ല, നിങ്ങളുടെ മരുഭൂമിയെ അത് ഉദ്യാനമാക്കി മാറ്റും. The Holy Spirit gives you life. It's not just life. Your barrenness, your wilderness will be turned into a garden. വെറുതെ പറഞ്ഞല്ല. വായിച്ചു നോക്കൂ. യെശയ്യാവിന്റെ പ്രവചനം 32-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഈ ഉയരത്തിലുള്ള ശക്തി, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ജീവിതത്തിന്റെ മരുഭൂമി ഉദ്യാനമാകും. ആ വിൽഡർനെസ് ഒരു ഫ്രൂട്ട്ഫുൾ ഫീൽഡ് ആകും. ഹല്ലേലൂയ. ആ ഫ്രൂട്ട്ഫുൾ ഫീൽഡ് ബി കൗണ്ടഡ് ഫോർ എ ഫോറസ്റ്റ്. ദിസ് ഇസ് എ ഗ്രേറ്റ് റെവലേഷൻ. നീ ആകുന്ന ഒരു വൃക്ഷത്തെ ഒരു വനമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സ്തോത്രം, ആ തകർച്ചകളെ, ആ മരുഭൂമിയുടെ അനുഭവത്തെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫീൽഡ് ആക്കാൻ, ഫലപുഷ്ടമായിട്ടുള്ള ഫലം തരുന്ന വൃക്ഷങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാക്കി നിന്നെ ഒരു ഫ്രൂട്ട്ഫുൾ ആക്കുവാൻ ഈ ഉയരത്തിൽ നിന്ന് വരുന്ന ആത്മാവിന് കഴിയും. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നഗരം വിട്ടുപോകരുത്, കാരണം എനിക്ക് നിങ്ങളെ ഫ്രൂട്ട്ഫുൾ ആക്കാനുള്ളതാ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഈ ഉയരത്തിലെ ശക്തി സ്വീകരിക്കുവാൻ, ആ ആത്മാവിൽ നിറയുവാൻ, ജീവിപ്പിക്കുന്ന ആത്മാവിനെ ജീവിതത്തിൽ അനുവദിക്കുവാൻ, ആഗ്രഹിക്കുവാൻ, കൊതിക്കുവാൻ, ഞാൻ വീണ്ടും എൽഷഡായ് മിനിസ്ട്രിയിലുള്ള കുടുംബങ്ങളോട്, സഭയോട്, എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാരോട്, സഹോദരങ്ങളോട്, ലോകത്തിൽ പലയിടങ്ങളിൽ കാണുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിനോടുള്ള കൊതി, പരിശുദ്ധാത്മാവിനോടുള്ള ദാഹം, പരിശുദ്ധാത്മാവിനോടുള്ള ആഗ്രഹം ഓരോ ദിവസം കഴിയും തോറും, ഓരോ വർഷം കഴിയും തോറും
കൂടി വേണം പ്രിയപ്പെട്ടവരെ. പാദത്തോളം നനഞ്ഞു, മുട്ടോളം എത്തി, ഓക്കെ ആയി, ഇത്രയും കിട്ടിയല്ലോ, ഇത് മതി എന്ന് ചിന്തിക്കരുത്. എനിക്ക് അരയോളം വേണം, എനിക്ക് ശിരസോളം വേണം. കർത്താവ്, എനിക്ക് നീന്തിയിട്ടല്ലാതെ കയറാൻ കഴിയാത്ത നിലയിൽ ഈ നദിയിലേക്ക് എന്നെ ഇറക്കണമെന്നൊരു കൊതിയുള്ള എത്ര പേരുണ്ട്? ഒരു ആമീനെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ ചാറ്റിനകത്ത് ആ കൊതിയുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.